ഏപ്രിൽ 31 ഉച്ചയ്ക്ക് 3 മണിക്കാണ് അലേർട്ട് കിട്ടുന്നത് IMDയുടെ. പിന്നീട് അതിനുശേഷം കുറച്ച് സമയമേ ഉള്ളൂ. രാത്രിയാകുമ്പോഴേക്കും മഴ പെയ്തു തുടങ്ങുന്നു. 8 മണിയാകുന്നതോടുകൂടി റെഡ് അലേർട്ടായി മാറുന്നു. വലിയ രീതിയിലുള്ള പ്രളയക്കെടുതികൾ രാവിലെ ആകുമ്പോഴേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അത് ആ സമയത്തെ കാര്യമാണ്. പക്ഷേ ഇതിനു മുൻപ് ഈ സർക്കാർ അധികാരമേറ്റ് കഴിഞ്ഞ് 2-2.5 മാസം കുട്ടനാട്ടിലെ ആണെങ്കിലും അപ്പർ കുട്ടനാട്ടിലെ ആണെങ്കിലും തോട്ടപ്പള്ളി സ്പിൽവേയിലെ ആണെങ്കിലും ഈ അവിടുത്തെ പൊഴി മുറിക്കുന്നതാവട്ടെ, ഷട്ടറുകൾ, സ്പിൽവേ ഷട്ടറുകളുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ ഏകോപിപ്പിക്കാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അമ്പലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും MLA മാർ പരസ്പരം കലഹിക്കുകയാണ്. എൻ്റെ പരിധിയിൽ താങ്കൾ ഇതിന് കയറി എന്നാണ് റെജി ചെറിയാനോട് അമ്പലപ്പുഴ MLA ചോദിക്കുന്നത്. അവലോകന യോഗത്തിൽ പ്രതിപക്ഷ MLA മാരെ പങ്കെടുപ്പിക്കുന്നില്ല. ഭരണപക്ഷ MLAക്ക് തന്നെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു. അപ്പോൾ ഈ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുകയാണോ? നമുക്ക് ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 3 മാസത്തോളം ആകുന്നേ ഉള്ളൂ എങ്കിൽ പോലും ഇത് രണ്ടാമത്തെ വലിയ ദുരന്തമാണ്. നമ്മൾ ആദ്യത്തെ ദുരന്തം കണ്ടത് മേപ്പാടിയിലാണ്. അവിടെ കള്ളാടിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി, നിരവധി പേർ മരിച്ചു. വലിയ ദുരന്തമാണ് ഉണ്ടായത്. അപ്പോൾ അസാധാരണമായ മഴയ്ക്ക് സാധ്യതയുണ്ട്, അസാധാരണമായ പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചന അന്ന് തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു ദുരന്തം മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള സമയത്ത് കാലവർഷം ശക്തിപ്പെടാൻ സാധ്യതയുണ്ടാകാം. ഒരുപക്ഷെ അതുപോലെ ക്ലൗഡ് ബേസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുന്നൊരുക്കം ഈ സർക്കാർ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മുന്നൊരുക്കം ഉണ്ടായേ ഇല്ല എന്നതാണ്. ജൂലൈ 31 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ് സർക്കാരിന് ലഭിച്ചിട്ടും യാതൊരു മുന്നൊരുക്കവും നടത്തിയില്ല. 2-3 ദിവസം താമസിച്ചു എന്നതാണ്. നമുക്ക് ഇവിടെ ഈ സർക്കാരിൻ്റെ ഒരു സമീപനം നമ്മൾ പരിശോധിച്ചാൽ ആരാണ് ഈ ദുരന്ത നിവാരണത്തിന് നേതൃത്വം നൽകേണ്ടത്? അത് റവന്യൂ വകുപ്പാണ്, അല്ലേ? റവന്യൂ വകുപ്പാണ് സംസ്ഥാനത്തൊരു ദുരന്തമുണ്ടായാൽ അതിന് നേതൃത്വം നൽകേണ്ടത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നത് ആരുടെ കീഴിലാണ്? റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ്. ആ റവന്യൂ വകുപ്പിനൊരു സ്ഥിരം സെക്രട്ടറി ഉണ്ടോ കേരളത്തിൽ? ആ റവന്യൂ വകുപ്പിന് കേരളത്തിലൊരു സ്ഥിരം സെക്രട്ടറി ഇല്ല. ഇന്ന് കഴിഞ്ഞ ജൂലൈ 20 റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ജീവൻ ബാബു കേന്ദ്ര കായിക മന്ത്രാലയത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി. അതിനുശേഷം അവിടെ ഒരു സ്ഥിരം സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ ബിജു IAS അധിക ചുമതലയാണ്. അദ്ദേഹം വനം വകുപ്പ് സെക്രട്ടറിയാണ്, പൊതുഭരണ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, നൈപുണ്യ വികസന വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, കശുവണ്ടി വികസന വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. ഇത്രയും വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ഒരു സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ സർക്കാർ റവന്യൂ വകുപ്പിൻ്റെ അധിക ചുമതല നൽകുന്നത്. ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 500, 600, 700, 800 ഫയലുകൾ വരും ഒരു റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ മുന്നിൽ. അതായത് ഒരുപക്ഷെ 1000 ഫയലുകൾ വരെ വരും. അദ്ദേഹം ഒരു ദിവസം ഒപ്പിടേണ്ട ഫയലുകൾ. അത്രയും തിരക്കുള്ള ഒരു സെക്രട്ടറിയെ സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കാൻ ഈ സർക്കാർ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല എന്നതാണ്. ഇനി രണ്ടാമത്തേത്, ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സാധാരണ റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെയാണ് ഈ SDRFിൻ്റെയും സെക്രട്ടറിയായി വരിക. ഈ SDRFിനും സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. അതായത് ഇദ്ദേഹം സ്ഥലം മാറിപ്പോയപ്പോൾ അതിൻ്റെയും മേൽനോട്ടം ആർക്കും നൽകിയിരുന്നില്ല. അങ്ങനെ ഈ ദുരന്തമുണ്ടായ ശേഷം ജൂലൈ 31 വലിയ മഴയുണ്ടാവുകയും പിന്നീട് ഈ റാന്നിയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഫ്ലഡ് ഉണ്ടാവുകയും ജനങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്ത ശേഷം 3 തീയതി ഓഗസ്റ്റ് 4 22 മണിക്കൂറിന് മുൻപ് മാത്രമാണ് അഞ്ജന IAS അധിക ചുമതല നൽകുന്നത്. അവരും മറ്റ് ടൂറിസം വകുപ്പ് സെക്രട്ടറിയാണ്, ഡയറക്ടറാണ്. അപ്പോൾ അധിക ചുമതല നൽകുകയാണ് ഈ സർക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടാവുകയാണ്. ആ ദുരന്തം നേരിടുന്ന ജനങ്ങൾക്ക് മുന്നിൽ അവർക്കതിന് പരിഹാരം നൽകേണ്ട, പരിഹാരം വേഗത്തിലാക്കേണ്ട ഉദ്യോഗസ്ഥർ, അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എത്രത്തോളം വലിയ വീഴ്ചയാണെന്ന് ആലോചിച്ച് നോക്കൂ. റവന്യൂ വകുപ്പിന് സെക്രട്ടറി ഇല്ല. ഇന്നലെയാണല്ലോ ഏറ്റവും ഒടുവിൽ വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി VD സതീശൻ ഒരു അവലോകന യോഗം ഇന്നലെ വിളിച്ചത്. ആ യോഗത്തിൽ റവന്യൂ മന്ത്രി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ നോക്കി, ഈ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വം, ഈ സർക്കാരിൻ്റെ ഏകോപനത്തിൽ വരുന്ന വീഴ്ചകൾ, ഇങ്ങനെ തുടങ്ങി നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 6 ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറക്കാൻ കഴിയും. അതിൽ 2 ഡാമുകളുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. ഒന്ന് മൂഴിയാറും മണിയാറും. പക്ഷേ ഈ ഡാമുകൾ തുറക്കണമെങ്കിൽ തന്നെ 1 മണിക്കൂർ മുമ്പ് ഷോർട്ട് നോട്ടീസ് മുന്നറിയിപ്പ് നൽകിയാൽ മതി.
സർക്കാരിന് ഇവിടെ ശക്തമായ മഴയുണ്ടെന്നും അവിടെ അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് കൃത്യമായി ലഭിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കൃത്യമായ ഒരു അറിയിപ്പ് നൽകാൻ ഈ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെയാണ് ഈ മൂഴിയാർ ഡാം തുറന്നപ്പോൾ പെട്ടെന്ന് ഈ റാന്നി മേഖലയിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയത്. അപ്പോൾ ഇവിടെ വലിയ വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇനി പോട്ടെ, വീഴ്ചയുണ്ടായി, ഇനി അതെങ്ങനെ പരിഹരിക്കാം, അതാണല്ലോ അടുത്ത നടപടി എന്ന് പറയുന്നത്. ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാം. ഏതാണ്ട് 18,000-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഇപ്പോൾ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ വെള്ളം കയറിയതിനെ തുടർന്ന്, വീടുകൾ വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് തുറന്നത്. ഏതാണ്ട് 18,000-ലധികം ആളുകൾ 18,434 പേർ, 418 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ക്ഷമിക്കണം. അപ്പോൾ 418 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അതിൽ 18,434 പേരുണ്ട്. ഇതിൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിരിക്കുന്നത് വെള്ളം കയറിയ മേഖലയിലാണ്. അതായത് മുൻകാലങ്ങളിൽ 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വെള്ളം കയറിയ അതേ പ്രദേശങ്ങളിലാണ്. അവിടുത്തെ സ്കൂളുകളിലും അതുപോലെ തന്നെ എല്ലാമല്ല ചിലതെങ്കിലും അവിടുത്തെ സ്കൂളുകളിലും അതുപോലെ തന്നെ ഈ ഹാളുകളിലുമൊക്കെയാണ് പല ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നത്. അവിടെ നിന്ന് വീണ്ടും ആളുകൾ മാറ്റേണ്ടി വന്നു. ഇത്തരത്തിലൊരു ആസൂത്രണത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന്, പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച പലയിടങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇനി ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലല്ലേ അത് പുറത്തു കൊണ്ടുവന്നത്, നമ്മുടെ റിപ്പോർട്ടർ അഖിലല്ലേ അത് റിപ്പോർട്ട് ചെയ്തത്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ രാത്രി മുതൽ ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക്, അല്ലേ 2:30 മണിക്കാണ്, ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് അവർക്ക് ആദ്യമായി ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നത്. അവിടെ 150 ആളുകളുണ്ടായിരുന്നു. 150 ആളുകൾ, പായിപ്പാട് 1-ാം വാർഡിൽ നിന്നുള്ള 150 ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ, ചങ്ങനാശ്ശേരിയിലെ ടൗൺ ഗവൺമെൻറ് LP സ്കൂളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച 150ഓളം മനുഷ്യർ. അവിടെ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, വയോധികരുണ്ടായിരുന്നു, കിടപ്പ് രോഗികളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം എത്തിച്ചില്ല എന്നതാണ്. അവരോട് ഭക്ഷണം കഴിക്കാൻ അടുത്ത ക്യാമ്പിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ക്യാമ്പിൽ പോകുന്നതിനുള്ളൊരു പരിമിതി അവർ പറഞ്ഞത്, ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പിലുള്ള എല്ലാവരും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ ക്യാമ്പിൽ ആളുകൾ ചേർന്ന് അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ് പതിവ്. അപ്പോൾ മറ്റൊരു ക്യാമ്പിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ ഉള്ള ക്യാമ്പിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും. അതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ പോയി കഴിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം പണം കൊടുത്ത് ഭക്ഷണം മേടിച്ച് കഴിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവിടുത്തെ ആ ക്യാമ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇവർക്ക് ഈഗോയാണെന്ന്. ഏത് ദുരന്തം അനുഭവിച്ച് ദുരിതത്തിന് മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യരോട് പറയുകയാണ് ഇവർക്ക് ഈഗോ ആണെന്ന്. ആ ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ നമ്മൾ നമിക്കണം എന്നേ പറയേണ്ടതുള്ളൂ. ഏതായാലും ഇതായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്, പലയിടങ്ങളിലെയും സാഹചര്യം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് വലിയൊരു ഏകോപനക്കുറവ്, മേൽനോട്ടക്കുറവ് ഇവിടെ എല്ലാ മേഖലകളിലും പ്രകടമാവുകയാണ്. അപ്പോഴാണല്ലോ കുട്ടനാട് MLA പരാതി വരുന്നത്, മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നില്ല, റവന്യൂ മന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കുട്ടനാട് മേഖലയിലുള്ള വലിയ പ്രളയ സാഹചര്യങ്ങൾ, അവിടുത്തെ പ്രതിസന്ധികൾ, ഇത് പറയാൻ ആരോട് പറയണം? ഒരു ഭരണപക്ഷ MLA ആണ്. ഭരണപക്ഷ MLA ആ ഭരണപക്ഷത്തിൻ്റെ ഭരണത്തലവനെ വിളിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ ക്യാബിനറ്റിലാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ക്യാബിനറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാമല്ലോ. മുഖ്യമന്ത്രി VD സതീശൻ എന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുകയാണല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടിരുന്നു, ഞാനപ്പോൾ ക്യാബിനറ്റിലായിരുന്നു. അപ്പോൾ ക്യാബിനറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ MLA തിരിച്ചു വിളിച്ചു എന്ന് VD സതീശൻ പറഞ്ഞില്ലല്ലോ, ക്യാബിനറ്റിലായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിച്ചറിയാൻ ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ലായിരുന്നു. അപ്പം ഇത് ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ വലിയ പ്രശ്നം ഇവിടെയുണ്ട്. ഇങ്ങനെയല്ല ഒരു ദുരന്തമുഖത്ത് ജനങ്ങളെ രക്ഷിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നിലപാടെടുക്കേണ്ടത്. ഞാൻ അംഗീകരിക്കുന്നു, മുഖ്യമന്ത്രി VD സതീശൻ വൈകിയാണെങ്കിലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതും ഇന്ന് തിരുവനന്തപുരത്ത് മറ്റേ രാജേഷ്, അല്ലെ നീന്തൽ വിദഗ്ധൻ കൂടിയായിട്ടുള്ള രാജേഷ് ഒഴുക്കിൽപ്പെട്ടി രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട ആ ഒരു കുടുംബത്തിൽ പോയതൊക്കെ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇങ്ങനെയുള്ള മേൽനോട്ടത്തിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. പ്രയോറിറ്റി തിരഞ്ഞെടുക്കുന്നതിലും വലിയ പ്രശ്നം ഈ സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി VD സതീശൻ ലീഡറാണ്, ഈ സർക്കാരിൻ്റെ ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറിയില്ല എന്നുള്ളതാണ്. അതാണ് മുഖ്യമന്ത്രി VD സതീശൻ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ, കാണാതായ മനുഷ്യർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ വിമർശിക്കപ്പെട്ടത്. അദ്ദേഹം സ്വകാര്യ കോഫി ഷോപ്പ്, അത് കോഫി ബൈ മീ എന്നുള്ളൊരു ഒരു ഇൻവെസ്റ്റർ കമ്പനിയാണ്, അല്ലേ? അതെ, ഒരു സ്റ്റാർട്ടപ്പ്, ക്രൗഡ് ഫണ്ടിങ് ഒരു സ്റ്റാർട്ടപ്പാണ്. ആ ഒരു
സ്റ്റാർട്ടപ്പ് കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ വിമർശിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും വൈകിയാണ്, ഒരുപാട് വൈകിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് ഇക്കാര്യത്തിലൊക്കെ ബോധോദയമുണ്ടായത്. അപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിഹരിക്കണം. സാധാരണ ജനങ്ങൾ അവരവരുടെ വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ വന്ന് നിൽക്കുകയാണ്. അവരെ സഹായിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണം. ഇനിയെങ്കിലും വരും ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ടാകരുത്. കാരണം ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ് എന്ന് ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യർ, കുട്ടികൾ പറയുന്നത് കഷ്ടമാണ്. ഇന്ന് ചെറിയ കുട്ടികൾ പറയുന്നത് കേട്ടു, ഞാൻ ബ്രെഡ് കഴിച്ചിട്ടാണ് ഇന്ന് ഇത്രയും സമയം വരെ ഇരുന്നതെന്ന്. ചെറിയ കുട്ടികളാണെന്ന്, 4 വയസ്സും 5 വയസ്സൊക്കെയുള്ള കുട്ടികൾ പറയുന്നത്. അത് ഈ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഉയർന്നു വരാൻ പാടില്ല. അക്കാര്യത്തിലൊക്കെ തന്നെ കരുതൽ വേണം മുഖ്യമന്ത്രിക്ക് എന്ന് എനിക്ക് പറയാം. Meet the editors.